ബഹുമാനപ്പെട്ട എസ് ഐ വിജയ സാറിന് ആദരവോടെ നൽകുന്നു. നന്ദി, നമസ്കാരം. വേദിയിരിക്കുന്ന JVT ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രിൻസിപ്പൽ, അതുപോലെ ഹൈസ്കൂളിലെ HM, മറ്റ് PTA ഭാരവാഹികളെ, ഈ വർഷം സുദീർഘമായ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും തിരിഞ്ഞു പോകുന്ന അധ്യാപകരെ, മണിക്കണം. ആ വെളിച്ചാണ് പറ്റുന്നത്. ഇവിടെ ഇരുന്നാൽ മതി മാഷേ, എന്നാൽ ക്ലിയർ ഉണ്ട്. ഇവിടെ ഇരുന്നാൽ കിട്ടുക, ആ വെളിച്ചം കിട്ടും. ഇവിടെ ഇരുന്നാൽ മതി. ഈ കസാര ഇതിൽ വെളിച്ചമില്ല കേട്ടോ. നമ്മൾ കുറച്ച് അവിടെ ഇരുന്നാൽ മതി. ഞാൻ പറഞ്ഞു നല്ല കഥായി. സംഘടനമായ കൂട്ടത്തിൽ സന്തോഷമുണ്ട്. വളരെ സന്തോഷമുണ്ട്. ടീച്ചേഴ്സിന് സാറ് പറഞ്ഞതുപോലെ ടീച്ചേഴ്സിന് മറ്റ് കുട്ടികളൊക്കെ ഇനി പുറത്തുനിന്ന് കാണുവാനുള്ള തോന്നാം. മറ്റുള്ള വിഭാഗത്തിലാണ് ഏതായാലും ചടങ്ങിൽ പ്രത്യേകിച്ചിട്ട് നമ്മുടെ PTA ഉള്ള നേതൃത്വത്തിന് എല്ലാവരും ആശംസകളും നൽകുന്നുണ്ട്. നമ്മുടെ ഈ സദസ്സിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആശംസ പറയാതെ യഥാർത്ഥത്തിൽ ഈ ഒരു ആശംസ അറിയിക്കാനുള്ള ഒരു വേദനാജനകമായ ചിന്തയായിരുന്നു. കാരണം എൻ്റെ ഈ ജീവിതത്തിൽ, എൻ്റെ സ്കൂൾ അധ്യാപനത്തിൽ ഞാൻ ഒരുപാട് നെഞ്ചിലേക്ക് എൻ്റെ അധ്യാപകരാണ്, പ്രിയപ്പെട്ട അധ്യാപകരാണ്. ബഹുമാനപ്പെട്ട മാഷായാലും, ആര്യ ടീച്ചറായാലും, ആശ ടീച്ചറായാലും, അതുപോലെ തന്നെ കാരണം ഈ അധ്യാപകർ ഇവിടെ ഉള്ളത്, ഈ സ്ഥാപനത്തിലുള്ളത് എൻ്റെ മക്കൾ പഠിപ്പിക്കും. ഈ സ്ഥാപനത്തിലേക്ക് ഞാൻ ഇപ്പോൾ തന്നെ പോകും. നമ്മുടെ റഷീദ് മാഷായൊക്കെ എന്നെ പഠിപ്പിച്ച അധ്യാപകരാണ്. ഇന്നും എന്തൊരു സ്വാതന്ത്ര്യത്തിലാണ് നമ്മുടെ കുടുംബാംഗം കയറി വരുന്നവരാണ്. ആര്യ ടീച്ചറിനാലും ഏത് ടീച്ചേഴ്സിനായാലും കിട്ടുന്ന ആ ഒരു അറ്റാച്ച്മെന്റ്. ഈ അധ്യാപകർക്കൊന്നും പടിയിറങ്ങുക എന്ന് പറഞ്ഞാൽ മനസ്സിലൊട്ടും അത്ര സന്തോഷമുള്ള ഒരു കാര്യമില്ല. ഞാൻ എന്നും ഓർക്കുന്നുണ്ട്, നമ്മുടെ മാഷയുടെ ക്ലാസ്സിലേക്ക് ആദ്യമായിട്ട് വന്നത് ഞാൻ 92-ലാണ്. ആ സമയത്ത് ക്ലാസ്സിലേക്ക് വന്ന് അതുവരെ അങ്ങനെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള അധ്യാപകരായി നമ്മളെല്ലാവരെയും കാണാറുണ്ട്. ഫ്രണ്ട്ലി ആയിട്ട് വന്നത് മാഷ് വന്ന് അന്ന് പാട്ട് പഠിക്കാനൊന്നും ഓർക്കുന്നുണ്ട്. ഈ അന്നാണ് ആദ്യമായി തമിഴും അതിന്റെ അർത്ഥം എന്താണെന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. പാടിയത് അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞത് അങ്ങനെ ഞാൻ ഓർക്കുന്നത്. എനിക്കത് പാടാൻ കഴിയുക ഞാൻ പറഞ്ഞുതരാം. ഉയരം കുടിച്ച് കുട്ടികളെ
പാട്ടുചൊല്ലി ലോകത്തെത്തും മയലപ്പൊടിച്ച് കാലേ കുടിച്ചാൽ ആടുചൊല്ലി ആ പാട്ട് ഗഫൂർമാഷ് പാടി. അത് പാടിയത് എന്താണെന്ന് വെച്ചാണെങ്കിൽ ഒരു കുയിലിനെ പിടിച്ചിട്ട് കൂട്ടിൽ അടച്ചിട്ട് അതിനോട് പാടെന്ന് പറഞ്ഞാൽ അതിനെ പിടിച്ചിട്ട് കാലോട് വെച്ച് കഴിഞ്ഞാണെങ്കിൽ അതിനോട് ആടാൻ പറഞ്ഞത് എങ്ങനെ പാടും എന്നുള്ളത് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി നമ്മളിൽ നിന്ന് അനുഭവം തന്ന ബഹുമാനപ്പെട്ട ഗഫൂർമാഷ്. കാരണം ആ ഒരു ചിന്തയിൽ മക്കൾക്ക് വേണ്ട ഫ്രീഡങ്ങളെല്ലാം കൊടുത്തുകൊണ്ട് അന്ന് വിരലിലുണ്ടാകുന്ന കുട്ടികൾ ജയിച്ച കുറഞ്ഞ കുട്ടികളുടെ ശേഷം ഭക്ഷണം കിട്ടിയ ഈ സ്ഥാപനം ഇന്ന് 100% വിജയത്തിലേക്ക് ആക്കി മാറ്റിയ ബഹുമാനപ്പെട്ട ഈ ഗഫൂർമാഷെ പ്രത്യേകം അതുപോലെ തന്നെ ആര്യ ടീച്ചർ അവരുടെ ആചരിക്കാവുന്ന അവരൊക്കെ ഒരുപാട് ഒത്തിരി അപകടങ്ങൾ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വേദി ആശുപത്രികൾക്ക് ഉപരി ഒരുപാട് സങ്കടമുണ്ട്. ഈ ഒരു പരിപാടി പങ്കിടാൻ സാധിച്ചത് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. എന്നും മരിക്കാത്ത ഓർമ്മകളുമായി ഈ ടീച്ചേഴ്സിനെ എല്ലാവരെയും എന്നും മനസ്സിൽ നയിക്കുമെന്ന് ഓർമ്മിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. എന്റെയും ഗുരുനാഥന്മാരാണ് വളരെയധികം സന്തോഷം. എൻ്റെ ആര്യ ടീച്ചർ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ഒരു അംഗീകാരം ഞങ്ങൾക്ക് കിട്ടിയിട്ട് പിന്നെയും ഞങ്ങൾ എന്താണ് ആശ്രയിച്ചു എന്ന് ഒരു പറഞ്ഞു. ഇത് MPTA എന്നൊരു ആശയം പങ്കുവെക്കുകയും പങ്കുവച്ചതിന്റെ അടിസ്ഥാനത്തിൽ എന്നാൽ പിന്നെ MPTA മാത്രമാക്കണ്ട, CPTA എന്നുള്ള രൂപത്തിൽ അങ്ങനെ ആകുന്ന സമയത്ത് മൊത്തമായിട്ട് നമുക്ക് ഒരു അംഗീകാരമായിട്ട് നമുക്ക് കൊടുക്കാം എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. കുയിലും പോയി ചെയ്തു